ഹായ് ഹലോ. ഇന്ന് ഞാനൊരു വിളവെടുപ്പാണ്. അതിൻ്റെ തക്കാളിയൊക്കെ കണ്ടോ? തക്കാളിയൊക്കെ കാറ്റും മഴയത്തും മറിഞ്ഞടി ഉള്ളൊരു സൈഡിലേക്ക് മറിഞ്ഞു. ഒക്കെ തക്കാളി എല്ലാം തക്കാളി ഉണ്ട്. അപ്പോൾ തക്കാളി എല്ലാം വെയിറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ഒരു സൈഡിലേക്ക് മറിഞ്ഞു പോയി. നമുക്ക് എല്ലാം കയറ് കെട്ടി മേലെ ഒരു കയറ് കെട്ടിയൊക്കെ വലിച്ച് കെട്ടി നിർത്തി. ഇന്ന് കണ്ടില്ലേ, ഓരോ കൊമ്പുമ്പോൾ തന്നെ എത്ര തക്കാളി എന്നറിയോ? നല്ല വലിയ തക്കാളിയാണ്. നല്ല വെയിറ്റ് ആവുമല്ലോ. ഒരു ഭാഗത്തേക്ക് മറിഞ്ഞിക്കണം എല്ലാതും. ഇന്ന് തക്കാളി പറിക്കാനും ഉണ്ട് കേട്ടോ. കുറച്ച് തക്കാളി ഇന്ന് പറിക്കാനുണ്ട്. നമ്മൾ തക്കാളി ഇതും കടയിൽ നിന്ന് വാങ്ങലില്ല കേട്ടോ. നമുക്ക് 2-3 തക്കാളി ദിവസം ഇതിൽ കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് ഇത് കഴിയുമ്പോൾ വാങ്ങിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ വാങ്ങലില്ല. പിന്നെ എൻ്റെ പയർ കുറച്ച് പയറുണ്ട് പറിക്കാൻ. ഈ പയർ വള്ളി ഞാൻ വലിച്ചിടട്ടെ എന്ന് കരുതും. പക്ഷെ പിന്നെ ഇതിങ്ങനെ കായ ഉണ്ടാവുന്നതാണുമ്പോൾ വലിച്ചിടാൻ തോന്നില്ല. അങ്ങനെ 2-3 ദിവസം കൂടുമ്പോൾ എനിക്ക് ഒരു പൊടി പയറൊക്കെ ഇതിൽ കിട്ടും. അപ്പോൾ ഞാൻ പിന്നെയും വലിച്ചിടൂല. അത് ഏതായാലും കഴിയട്ടെ, എന്നിട്ട് വലിച്ചിടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ. അങ്ങനെ എനിക്ക് കുറച്ച് പയറൊക്കെ കിട്ടിട്ടോ. പിന്നെ ഇനി വഴുതന ഉണ്ട്, പീച്ചിലുണ്ട് പറിക്കാൻ. ഒരൊറ്റ പീച്ചിലുള്ളൂ. ഇനി 2 പീച്ചിലും കൂടി ചെറുതുണ്ട് കേട്ടോ പറിക്കാൻ. അതായിട്ടില്ല. പിന്നെ പയറും പീച്ചിലും എല്ലാം കൂടെ ഒരു പേര് വെക്കാമല്ലോ. ഇതവിടെയൊക്കെ പയറാണ് കേട്ടോ. നമ്മൾ ആയ പയർ അറുത്തില്ലെങ്കിൽ എന്താ പറയുക, തത്ത രാവിലെ വന്ന് തത്തൊക്കെ തൊലിച്ചിട്ട് പോവുകയാണ്. ഇതിൻ്റെ വഴുതനൻ്റെ കാര്യം പറയണ്ടല്ലോ. വഴുതന എത്ര വഴുതന ഇതിൽ ഉണ്ടായിരിക്കണമെന്നറിയോ? ഈ വയലറ്റ് വഴുതന നല്ലോണം ഉണ്ടാവും. ഇഷ്ടം പോലെ കായങ്ങൾ എത്രയോ വട്ടാണ് ഇതിൽ നിന്ന് പറിച്ചേക്കണത് അറിയോ വഴുതന. അങ്ങനെ ഒരു അധികം മരങ്ങളൊന്നും വേണ്ട. കുറച്ച് തൈ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഒക്കെ ഈ ചട്ടിയിലാണല്ലോ. അങ്ങനെ വഴുതനയും പറിച്ച് കഴിയാനായി. നമ്മളെ തക്കാളിയും കൂടി പറിക്കാണ്ട് കേട്ടോ. കുറച്ച് തക്കാളി ഉണ്ട് പറിക്കാൻ. ഒരു വെള്ളരി ഉണ്ട് കേട്ടോ. എൻ്റെ വെള്ളരി ഉണ്ടോ? ഇതൊക്കെ നമ്മൾ കൂട്ടാൻ വെച്ചതിൻ്റെ വേസ്റ്റ് ഇതിൽ കൊടുത്തിടുന്നത്. അങ്ങനെ വരുന്നതാണ് ഈ വെള്ളരിയൊക്കെ. ഇത് 4ാമത്തെ വെള്ളരി ഉണ്ട് അപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് പറിക്കണത്. ഇനി ഒന്നും കൂടെ ഉണ്ട് പറിക്കാൻ. എൻ്റെ തക്കാളി പഴുത്ത് നിൽക്കുന്ന വലിയ തക്കാളിയാണ് കേട്ടോ. 2 വിധം തക്കാളിയാണ്. നാടൻ തക്കാളി ഉണ്ട്, മറ്റേ നാടനല്ലാത്തൊരു തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി ഉണ്ട്. നമുക്ക് വേണ്ട തക്കാളി ഇതിൽ കിട്ടും കേട്ടോ. ഒരു 4 തക്കാളിക്ക് ദിവസം ഞാൻ അതിൽ നിന്ന് പറിക്കും. നമുക്കപ്പോൾ വേണ്ടത് അപ്പോൾ പറിച്ചിന് കൊണ്ടുപോയിരിക്കും ഞാൻ. എനിക്ക് ഉണ്ടാവാത്തൊരു സാധനം മുളകാണ്. മുളക് എത്ര വെച്ചാലും ഉണ്ടാവണില്ല. പയർ പറിച്ചപ്പോഴാണ് ഞാൻ 2 കോവൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് പച്ച തിന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത്. അല്ലാതെ അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊന്നും വെക്കാനൊന്നും ഇല്ലല്ലോ. അപ്പം ഇന്ന് ഇത്രയും പച്ചക്കറി കിട്ടിയിട്ടോ. മാഷാ അല്ലാഹ്. ഇന്ന് ഞാനിത് ഇത്രയും കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും പച്ചക്കറി ഇന്ന് ഇപ്പോൾ എൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് അറുത്തതാണ് കേട്ടോ. 2-ാം തീയതി അല്ലേ ഇന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.